ഹലോ എവരിവൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റീക്കും അതൊരു മാഷ്ഡ് പൊട്ടാറ്റവും വൈറ്റ് നമ്മുടെ മഷ്റൂം സോസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണെന്ന് നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ 3 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ നമ്മളിതുപോലെ നടുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു വരഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരഞ്ഞും കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വരഞ്ഞു കൊടുക്കുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുളകൊക്കെ പിടിച്ചോളും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് കളർ അതെല്ലാം എടുത്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതായത് ഇതുപോലെ രണ്ടായിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളാംശം ഉണ്ടാകും. ആ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ബാക്കിയുള്ള സോസും പൊടികളൊക്കെ ചേർക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളത്തിന് ഇതെല്ലാം അതുപോലെ തുടച്ചെടുത്ത ശേഷം ബാക്കി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഞാൻ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ചിട്ട് ഇടാം. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് അത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിപ്പോൾ എരിവുണ്ടാകാൻ വേണ്ടിയിട്ട് ഇട്ടെന്ന് മാത്രമുള്ളൂ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഒനിയൻ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പൊടികളെല്ലാം ഇട്ടാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വേണം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഓർഗാനോ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവർ കുറച്ച് വിനെഗർ കൂടി ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ വിനെഗർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ പൊടികളും ചേർത്തേക്കണമുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റോളം വെക്കാം. അപ്പോൾ 20 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ബാക്കി കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. നമ്മൾ തവയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സെയിം ഫ്ലേവറും സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തവയിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 സൈഡും ഒരു 20 മിനിറ്റോളം വേവിച്ചു കൊടുത്താൽ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് റെഡിയാവും. എയർ ഫ്രയറിലാണെങ്കിലും ഇതുപോലെ പതുക്കുന്ന ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ 2 സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടുത്തത് സ്ട്രെഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതിനെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇത്രയൊക്കെയാണ്. ഇനി അതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നതായിട്ട് എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ബ്രൊക്കോളി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാലറി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീൻസും ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത ശേഷമാണ്. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യില്ല കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേവായി കിട്ടും. ഒരുപാട് വെന്താലും അതിൻ്റെ ആ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു വിറ്റാമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒരല്പം ഓയിലും ഒരിച്ചിരി ബട്ടറും കൂടെ ചേർത്തിട്ട്, ഇതും ഓപ്ഷനിലാണ്. പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതും ശരി, സ്റ്റീക്കും റെഡിയായി, വെജിറ്റബിളും. ഇനി അടുത്തത് മാഷ്ഡ് പൊട്ടാറ്റോ ആണ്. ബോയിൽ ചെയ്ത പൊട്ടാറ്റോയിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി സാൾട്ടും ഇച്ചിരി പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ക്രീമി മാഷ്ഡ് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഭംഗിക്ക് വേണ്ടി ഞാൻ ഇത്തിരി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത്, പിന്നെ ചിലവർ ഗാർലിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഗാർലിക് മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതും നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സോസ് തയ്യാറാക്കാം, മഷ്റൂം സോസ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരല്പം ബട്ടർ ചേർക്കുന്നുണ്ട്. സവാളയും നമ്മളുടെ മഷ്റൂം ഇട്ടിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഫ്രഷ് ക്രീം, ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എത്ര ടേസ്റ്റിൽ ഉണ്ടാവും, കൂടുതൽ ചേർക്കുന്നതോറും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കട്ടെ. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയാത്തത്. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും
ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ഡ്രൈഡ് ഒറിഗാനോവും ഡ്രൈഡ് പാഴ്സ്ലി ഇലയും കൂടി ലീവ്സിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങളോട് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റീക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് മഷ്റൂം സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രീമി മാഷ്ഡ് പൊട്ടാറ്റോ കൊണ്ട് എടുത്ത് വെച്ച് നമ്മൾ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എനർജറ്റിക് ഫുഡാണ്.